ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാൻ ഈസ്റ്റേൺ ഷാഹി പനീറാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റിലൊരു സാധനം കാണുമ്പോൾ നമ്മളത് മേടിച്ച് ട്രൈ ചെയ്യാറുള്ളൂ. അതുപോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നല്ലതാണ്. ഒരല്പം വ്യത്യാസമൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് വേണ്ടത് പാല്, ഒരു 200 ml പാല്. നമ്മൾ ഈ ഈസ്റ്റേൺ ഷാഹി പനീർ മിക്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ പാലിലേക്ക് കലക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി, പനീർ ഇതുപോലെ ക്യൂബ്സ് ആക്കിയത് ആണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമ്മളിത് ബട്ടറിലാണ് ചെയ്യുന്നത്, അപ്പോൾ ബട്ടറും കൂടെ വേണം. നമുക്ക് ആദ്യം ഈ മിക്സ് പാലിലേക്കിടാം. എളുപ്പം പാലിൽ അലിയും കേട്ടോ. ഒരുപാട് അത് കട്ടിയായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് അങ്ങനെയൊന്നും കിടക്കത്തൊന്നുമില്ല. പാലിൽ ശരിക്കും അലിഞ്ഞോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ടിരിക്കുകയാണ് ഞാൻ. ഒന്ന് നന്നായിട്ട് ഉരുകിയ ശേഷം നമുക്ക് പനീർ ഇടാം. ഈ റെസിപ്പിയിൽ അവർ പറഞ്ഞേക്കുന്നത് പനീർ പിന്നെ ഇടാനാണ്. പക്ഷെ എനിക്കും ഇവിടെ വീട്ടിൽ എല്ലാവർക്കും പനീർ ചുമ്മാ ഇടുന്ന ഇഷ്ടമല്ല. ഒന്ന് ബട്ടറിലോ അല്ലെങ്കിൽ ഗീയിലോ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് നിറം മാറി എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പനീർ എടുക്കാറുള്ളൂ. പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ ആണെങ്കിൽ ആ മസാലയിലൊന്ന് സോട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടേ എടുക്കത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പനീർ കരിയാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ നിറം മാറുകയും വേണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് എടുക്കാം. ഞാൻ മറ്റു രീതിയിൽ പനീർ ഡയറക്റ്റ് ഇട്ട് നോക്കിയിട്ടാണ്, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കൂടെ ബട്ടർ ഇടാം. ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ആ പനീർ മിക്സിൽ അതിൽ അധികം ഉപ്പുണ്ടാവില്ല. നമ്മൾ ഉപ്പ് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കണം. ഒരല്പം കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം, അപ്പോൾ ഒരു ടേസ്റ്റ് ബാലൻസ് ആവും. കുറച്ച് മതി കേട്ടോ. അപ്പോൾ തക്കാളി നന്നായി വെന്ത ശേഷം നമ്മൾ പാലിൽ മിക്സ് ചെയ്തിരിക്കുന്ന ഷാഹി പനീർ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുക.
കുരുമുളക് പൊടി ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. കാരണം ഇതിന് എരിവ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. 1/2 കപ്പ് 1/4 കപ്പ് വെള്ളം മതിയാവും. ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. ഈ ടൊമാറ്റോ പ്യൂരി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഈസി നമുക്ക് ഇതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോന് പനീർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പനീർ പല രീതിയിലുമൊക്കെ ഉണ്ടാക്കി നോക്കുന്നത്. പനീർ ബട്ടർ മസാലയാണ് അവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പനീർ ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കുക. ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഓക്കെ, നമ്മുടെ ഷാഹി പനീർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.